ഇന്നൊരു അടൈ ദോശ ഉണ്ടാക്കാം. അടൈ ദോശ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടുകാരുടെ ദോശയാണ്. അതുകൊണ്ടാണ് അടൈ ദോശ എന്ന് പറയുന്നത്. മലയാളിയും അടദോശ എന്നും പറയാം. അതുകൊണ്ട് നോ പ്രോബ്ലം. പിന്നെ സാധാരണ അരിക്ക് പകരം ഇവിടെ കിൻവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെയിറ്റ് ലോസ്, ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കിൻവയും പരിപ്പുകളും സെപ്പറേറ്റ് കുതിർക്കണം ഓവർനൈറ്റ്. എന്നുവെച്ചാൽ കിൻവ കഴുകേണ്ട ആവശ്യമില്ല. കിൻവ അങ്ങനെ തന്നെ വെള്ളം ഒഴിച്ചിട്ടാൽ മതി. പക്ഷെ പരിപ്പിൻ്റെ കൂടെ ഉണക്കമുളകും കൂടെ കുതിർക്കണം. ഇത് കിൻവ പിന്നെ നെക്സ്റ്റ് ഡേ നല്ലപോലെ വാഷ് ചെയ്യണം. 2-3 പ്രാവശ്യം നല്ലോണം തിരുമ്പി കഴുകണം. എന്നാലും അതിൻ്റെ വെളിയിലുള്ളൊരു ഔട്ടർ കവറിങ് ഉണ്ട്, സാപ്പോണിൻസ്, അത് കളയണം. ഒരു സോപ്പ് പോലെയും അതിന് കോട്ടിങ്ങാണ്, അത് കളയുക. എന്നിട്ട് എല്ലാം കൂടെ മിക്സിയിലിട്ട് അരയ്ക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ കായവും ഉപ്പൊക്കെ ഇട്ട് അരയ്ക്കുക. അല്ലെങ്കിൽ അരച്ച് കഴിഞ്ഞിട്ട് ചേർത്താലും മതി. അരയ്ക്കണത് തരിതരിപ്പായിട്ട് അരച്ചാൽ മതി. നമ്മുടെ ദോശയുടെ പോലെ അത്ര സ്മൂത്ത് ബാറ്റർ വേണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ ഒരു ചട്ടിയിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യുക, ദോശ ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ ദോശ റെഡിയായി.